ഹലോ ഗൈസ്, ഗോഡ്സില്ല കോങ്ങിനകത്ത് കുറെ അധികം ടൈറ്റാൻസ് ഉണ്ട്. ഷിമോ ഉണ്ട്, അതുപോലെ തന്നെ പല അധികം ടൈറ്റാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷിമോ, സ്കാർ, ടിയാർക്ക്, അങ്ങനെ പറഞ്ഞ ടൈറ്റാൻസ്. അതിന്റെ കൂടെ വരുന്നതാണ് മോത്ര. മോത്ര എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ബട്ടർഫ്ലൈ സൈസിൽ വരുന്ന ഒരു സാധനമാണ്. ഇനി കുറെ അധികം ഇമ്മോർട്ടൽ ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരന് ലൈറ്റ്, അതായത് നമ്മുടെ കണ്ണിന് കാഴ്ച, കണ്ണ് മങ്ങുന്ന രീതിയിൽ, മറ്റുള്ള ടൈറ്റാൻസിന് കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിൽ ലൈറ്റ് പ്രവഹിക്കാൻ കഴിയുന്ന ഒരു കഴിവ് ഈ ഒരു ബട്ടർഫ്ലൈക്ക് ഉണ്ട്. അതായത് ഈ മോത്ര എന്ന് പറയുന്ന ബട്ടർഫ്ലൈ സൈസിലുള്ള ഈ ഒരു ക്യാരക്ടറിനുണ്ട്. അതുപോലെ തന്നെ ഇതിന് പവേഴ്സ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഗോഡ്സില്ല പോലുള്ള വലിയ വലിയ ടൈറ്റാൻസ് ഒക്കെ അവരുടെ ബെർത്ത് ഫയർ, അതായത് ആ ഒരു അറ്റോമിക് ഫയർ മൗത്തിൽ നിന്ന് വരുന്ന സമയത്ത് ആ സാധനത്തിനെ റിഫ്ലക്ട് ചെയ്ത് ഇവരുടെ നേരെ തന്നെ തിരിച്ചു വിടാനുള്ള കഴിവ് ഈ ഒരു മോത്ര എന്ന് പറയുന്ന ഈ ബട്ടർഫ്ലൈക്ക് ഉണ്ട്. അതേസമയം അതിന് ചില നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് വലിയ വലിയ ടൈറ്റാൻസിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം പറ്റുന്ന ഒരു ടൈറ്റാൻ മാത്രമാണ്. ചെറിയൊരു ടൈറ്റാനാണ് ഇത്. എനിക്ക് കൈജു വർഗത്തിൽപ്പെട്ട അല്ലെ കൈജു ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് 1961 ഇതിന്റെ ആദ്യമായിട്ട് ഇതിനെ പറയുന്നത്, ഇത് ഗോഡ്സില്ല പോലുള്ള ടൈറ്റാൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു തരം ടൈറ്റാൻ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. ഇത് ആദ്യമായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോത്ര എന്നൊരു ഫിലിം ഉണ്ട്, 1961 മേക്ക് ചെയ്തൊരു ഫിലിമാണ്. അത് നിർമ്മിച്ചേക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാല് ടോഹോ സ്റ്റുഡിയോസ് എന്നാണ്. ടോഹോ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോസ് ആണ് നിർമ്മിച്ചിട്ട് വിതരണം ചെയ്തിട്ടുള്ളത്. ആ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ മോത്ര എന്ന ക്യാരക്ടറിനെ പറ്റി, അല്ലെങ്കിൽ ടൈറ്റാനിനെ പറ്റി വിവരിച്ചിട്ടുള്ളത്. ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ഈ ഒരു മോത്ര എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ മെയിൻ ആയിട്ട് ഗോഡ്സില്ലയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗോഡ്സില്ലയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ടൈറ്റാൻ ആയിട്ട് പറയുന്നത്, ഈ ഗോഡ്സില്ലയുടെ കൂടെ നിന്ന് ബാക്കിയുള്ളവരെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതിന് ഏറ്റവും രണ്ടാമത് നിൽക്കുന്ന ഒരു ടൈറ്റാൻ ആണ് ഈ ഒരു മോത്ര എന്ന് പറയുന്ന ടൈറ്റാൻ. വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈറ്റാൻ ആണ്. അതായത് ഗോഡ്സില്ലയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യാഗം ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈറ്റാൻ ആയിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈ സൈസിലുള്ള ടൈറ്റാൻ പറയുന്നത്. ഒരു മൂവിയിൽ തന്നെ നമ്മുടെ ഗോഡ്സില്ല എന്ന് പറയുന്ന ടൈറ്റാൻ വീണ് കിടക്കുന്ന സമയത്ത് നമ്മുടെ മോത്ര എന്ന് പറയുന്ന ടൈറ്റാൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് രണ്ട് ബട്ടർഫ്ലൈ സൈസിലുള്ള രണ്ട് ടൈറ്റാൻസ് തമ്മിൽ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ആ നീല നിറത്തിൽ കാണുന്നതാണ് മോത്ര എന്ന് പറയുന്നത്. മോത്ര എപ്പോഴും നമ്മുടെ ഗോഡ്സില്ലന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. അതായത് ഗോഡ്സില്ലയെ സഹായിക്കും സ്വന്തം ജീവൻ ത്യാഗം ചെയ്തിട്ട്. പക്ഷെ ഗോഡ്സില്ലയ്ക്ക് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്യുക, ആ പ്ലാനറ്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മുടെ ഗോഡ്സില്ല ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഗോഡ്സില്ലയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മോത്ര ഫൈറ്റ് ചെയ്യുന്നത്. മോത്ര എപ്പോഴും എന്താ പറയാ, നല്ല രീതിയിൽ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടൈറ്റൻ ആണ്. അതിനെ പെട്ടെന്ന് ജയിക്കാനും പറ്റത്തില്ല. പക്ഷെ ഒറ്റയ്ക്ക് നമ്മുടെ ഈ ടൈറ്റാന് വേറൊരു ടൈറ്റാന് നേരിടാൻ പറ്റത്തില്ല. ജസ്റ്റ് ഫോർ ഹെൽപ്പ്. ഓക്കെ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാനിത് ആദ്യം പറയാൻ വിട്ടുപോയതല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. മോത്ര ആരാണ്, എന്തിനാണ് എന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.